ഞങ്ങൾ 4 മണിക്ക് അവിടെ എല്ലാവരും കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കുറച്ചുകൂടി വിട്ടുവിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി മറ്റേ നമ്മൾ റോഡ് അപ്പുറത്തായിട്ട് ഇയാൾ എന്താക്കി അതിൽ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ കുടിച്ച ശേഷം ഇയാൾ അപ്പുറത്തൂടെ വന്നിട്ട് ആ മതിൽ പൊട്ടിച്ച് ഞങ്ങളുടെ നേർക്കാർ വന്ന ഇയാൾ വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ചേട്ടനെ ചേച്ചിനെ എല്ലാം അവിടെ നിന്ന് അതിൽ ഇടിച്ചിട്ട് എല്ലാ ശേഷം വന്ന് എല്ലാം ഇടിച്ച് ആ കുട്ടീനെ വരെ ഇടിച്ച് ശേഷം പിന്നെ പോയി മുന്നിൽ പോയിട്ട് പിന്നെ റിട്ടേൺ വന്ന് പിന്നെ ഇടിച്ച് ലോറി വന്ന് കയറിയപ്പോൾ എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാൻ ലാസ്റ്റായിരുന്നു കിടന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മേത്ത് കയറാൻ വന്നായിരുന്നു. ഞങ്ങൾ മാറി കയറപ്പോൾ എണിച്ച് നോക്കപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾ മരണമായിട്ട് കിടക്കണത്. എൻ്റെ മോന് എൻ്റെ ജീവാകുട്ടി എൻ്റെ അനിയത്തിക്ക് ഭയങ്കര പരിക്കാണ്. പിന്നെ എൻ്റെ ചേട്ട മരിച്ചു, എൻ്റെ ചേച്ചിനെ. വിശദാംശങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, നമുക്ക് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ അവരുടെ ദുഃഖം അണപൊട്ടി ഒഴുകുന്നതാണ് കാണുന്നത്. തല ചായ്ക്കാൻ ഒരു ഇടമില്ലാതിരുന്ന മനുഷ്യരാണ് റോഡിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇവർക്ക് മേലേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈ വിശദമായ അന്വേഷണത്തിന് മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തു. നിലവിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഗോവിന്ദപുരം സ്വദേശികളായ ചിത്ര, ദേവേന്ദ്രൻ, ജാൻസി എന്നിവരാണ് ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവരെ ആശുപത്രിയിലേക്ക്, അതായത് മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ശിവാനി 6 വയസ്സുള്ള ശിവാനി, 24 വയസ്സുള്ള വിജയ്, 26 വയസ്സുള്ള രമേശ് എന്നിവർക്കും ഗുരുതരമായ പരിക്കുണ്ട്. ഇവരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിലാകെ 11 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 3 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയുമാണ് മരണം സംഭവിച്ചത്. ആകെ 5 പേരാണ് നിലവിൽ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിലും 3 പേർ പരിക്കുകളോടെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മൾ നേരത്തെ പ്രതികരണങ്ങൾ കേട്ടു. അത് ഈ കൂട്ടത്തിൽ കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ പ്രതികരണമാണ്. അവർ വളരെ അപ്രതീക്ഷിതമായി ഉറങ്ങുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഈ വാഹനം ഈ വഴി നേരെ ഇതിലേക്ക് കടന്നു വന്നത്. ഈ പരിസരത്ത് വെച്ചാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. തൃപ്രയാർ ഏകാദശി ആയതിനാൽ തന്നെ ഇവർ തൊട്ടടുത്ത് കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് ഇന്നലെ കിടന്നിരുന്നത്. ഇന്നലെ അങ്ങനെ കിടന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ലോറി പാഞ്ഞ് വന്ന് കയറിയത്. മദ്യലഹരിയിലായിരുന്നു ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനറും എന്ന് കൃത്യമായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയിട്ടുണ്ട്. കണ്ണൂർ ആലങ്ങാട് സ്വദേശികളായ ക്ലീനർ അലക്സും കണ്ണൂർ സ്വദേശി തന്നെയായ ജോസ് എന്നിവരാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതായത് ഈ ജോസാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഡ്രൈവർ. ഈ ജോസ് മദ്യപിച്ച് അവശനായി വാഹനം ഓടിക്കാൻ കഴിയാത്ത അത്രയ്ക്കും അവശതയിലായിരുന്നു. പിന്നീട് വാഹനവുമായി മുന്നോട്ട് പോകേണ്ട സ്ഥിതി ഉണ്ടായപ്പോൾ ആലങ്ങാട് സ്വദേശിയായ ക്ലീനർ അലക്സ് ആണ് വണ്ടി എടുത്തിരുന്നത്. അലക്സും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. ഇവർ 2 പേരും നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്. ഈ പണി നടക്കുന്നത് പല ഘട്ടമായാണ് പണി നടക്കുന്നത്. ആ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വ്യക്തമായി വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ട ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഡൈവേർഷൻ ബോർഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വലിയ തോതിൽ ഉയരത്തിൽ ഉൾപ്പെടെ ഇവിടെ ഡൈവേർഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൊരു ലോറി കാണാൻ സാധിക്കും. ആ ലോറി വന്ന ഒരു ദിശ, അവിടെ നിന്ന് നേരെ ഇപ്പോൾ ആ ലോറി വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ചത് അത്തരത്തിൽ വലത്തോട്ട് തിരിയുന്നതിന് പകരം ആ മദ്യപിച്ച വാഹനം ഓടിച്ചിരുന്ന ആ
ആളുകൾ നേരെ ഈ ഡിവൈഡറെല്ലാം തന്നെ ഇടിച്ച് തകർത്ത് ഇതിലൂടെ മുന്നോട്ടേക്ക് ഈ വാഹനം എടുക്കുകയായിരുന്നു. പിന്നീട് ആ വാഹനം ഇതിലൂടെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക്, അതായത് ഈ തെക്കുവശത്ത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തുകൂടി പാഞ്ഞു കയറുകയായിരുന്നു. ഈ ഡിവൈഡറിൽ ഇടിച്ച സമയത്ത് അപ്പോൾ തന്നെ വാഹനം നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം ആളുകൾക്ക് മരണം സംഭവിക്കില്ലായിരുന്നു, ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും ഏകദേശം 20-30 മീറ്ററോളം മാറിയാണ് അവർ കിടന്നിരുന്നത്. ആ കിടന്നിരുന്ന സ്ഥലത്ത് ആ ഇടിച്ച ശേഷവും വണ്ടി നിർത്താതെ നേരെ കിടന്നിരുന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ച് ഈ ആളുകളുടെ ദേശത്തേക്ക് കയറിയ ശേഷമാണ് പിന്നീട് വീണ്ടും ലോറി മുന്നോട്ട് പോയത്. ഇതിൻ്റെ ഈ വഴി തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഈ ദേശീയപാതയുടെ ജോലികൾ മണ്ണിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് വാഹനം പോകാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് തൊട്ട് മുൻപായി സർവീസ് റോഡിലേക്കൊരു പാത കൂടിയുണ്ട്. ആ സർവീസ് റോഡ് അവിടെ ഇതിലൂടെ ഈ വാഹനം ഇടിച്ചത് അവരെന്തായാലും അറിഞ്ഞിട്ടുണ്ട്. ഇടിച്ചതിന് ശേഷം നിർത്താതെ വാഹനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നിർത്താതെ കൊണ്ടുപോയ സമയത്താണ് അവിടെ വഴി ബ്ലോക്കായത് കണ്ടത്. അപ്പോൾ തൊട്ടടുത്തുള്ള സർവീസ് റോഡിലേക്ക് വാഹനം ഇറക്കുകയും പിന്നീട് അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയും വഴി അവസാനിച്ചു. അതോടുകൂടിയാണ് ഈ ലോറിക്കാർ ഇവിടെ കുടുങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ ആളുകൾ ഓടിക്കൂടുന്ന സമയത്തേക്ക് വാഹനം നേരെ തന്നെ എടുത്തു പോകുമായിരുന്നു. ഈ പരിസരത്തൊന്നും തന്നെ CCTV ക്യാമറകളില്ല. അതുകൊണ്ട് തന്നെ ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് കണ്ടെത്താനായി വളരെ ബുദ്ധിമുട്ടുമാണ്. തൊട്ടടുത്ത ബിൽഡിങ്ങുകളിലൊന്നും തന്നെ ഈ സംഭവം കാണുന്ന രീതിക്കുള്ള CCTV ക്യാമറകളൊന്നും തന്നെ വ്യക്തതയോടുകൂടി ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് വാഹനം ഇടിച്ചു എന്നുള്ളത് നിർത്താതെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടായേനെ. എന്തായാലും നിലവിൽ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.